ഹലോ ഗൈസ്, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുമ്പോൾ ഇസ് ലൈക്ക് എ മോട്ടിവേഷൻ. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുമ്പോൾ നമുക്ക് ഓടി പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്പർ 7, അതുപോലെ തന്നെ ഗോൾ മെഷീൻ ആൻഡ് ഒരു ഹെഡർ ഗോളിൻ്റെ സംഭവങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരും. സ്കോർപിയോ കിക്കിൻ്റെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരുന്നൊരു സംഭവം തന്നെയാണ് എന്ത്, സൂ സെലിബ്രേഷനും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ടു ആൻഡ് ടോക്കീസ്. യെസ്, അപ്പോൾ എന്തിനാണ് ഈ സൂ സെലിബ്രേഷനെ കുറിച്ച് ഒരു മെസ്സി ആരാധകൻ അല്ലെങ്കിൽ മെസ്സിയോട് കൂടുതൽ ഇഷ്ടമുള്ള ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സൂ സെലിബ്രേഷൻ ആയാലും ശരി, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഒരാളുടെ ലൈഫും ഇസ് ഓൾവേസ് എൻ ഇൻസ്പിറേഷൻ ആൻഡ് ഇറ്റ്സ് എ മോട്ടിവേഷൻ. അതിലൊരു സംശയം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നിങ്ങൾക്കത് ആരോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റാത്തൊരു ഫാക്റ്റാണ്. ഞാൻ ഫാക്റ്റ് തന്നെയാണ് പറഞ്ഞത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതൊന്നും അല്ല, എന്ന് വെച്ചാൽ അത് ഫാക്റ്റാണ്. കാര്യം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു എപ്പോഴും നമുക്ക് ഇൻസ്പയറിങ് തരുന്നൊരു സാധനമാണ്. ഇഫ് യു അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടിട്ടുണ്ടെങ്കിൽ, പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ സെലിബ്രേഷൻ എന്ന് ഞാൻ പറയട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുമ്പ് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാം. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, ചിലപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഇതിൻ്റെ ഒരു ഒറിജിൻ, സൂ സെലിബ്രേഷൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് വളരെ 2013 ചെൽസിക്കെതിരെ മയാമിയുടെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഇത് ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഈ ഒരു സാധനത്തെക്കുറിച്ച് നമുക്കറിയാം. എങ്ങനെയാണ്, പുള്ളി ഗോൾ സ്കോർ ചെയ്ത് കഴിയുമ്പോൾ കോർണർ ഫ്ലാഗിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ എവിടേക്കോ ഒരു റണ്ണ് കൊടുക്കും. ആ റണ്ണിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, യെസ് മാൻ ഈസ് ഗോയിങ് ടു സെലിബ്രേറ്റ് ദാറ്റ്. ആസാനിപ്പോൾ വരും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ആ സമയത്ത് പുള്ളി എയറിലായിരിക്കും. ഒരു ചാട്ടുണ്ട് മോനെ, അത് ആ പുള്ളിക്കാരനെ കൊണ്ട് തന്നെ പറ്റുള്ളൂ കേട്ടോ. ആ ചാട്ടത്തിൽ പുള്ളി ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് സൂ എന്ന് പറയുമ്പോൾ കിട്ടണ ഒരു എനിക്കിപ്പോൾ ശരിക്കും വന്നടാ ആ ഒരു സാധനമില്ലേ, അതൊരു സംഭവം തന്നെയാണ്. നമ്മൾ അറിയാതെ പംപ്ഡായി പോവും. നമുക്ക് ആ ഒരു എനർജി വരും, നമ്മളത് മോട്ടിവേറ്റഡ് ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ലൈഫ് എത്രമാത്രം മോട്ടിവേഷൻ നമുക്ക് തരും. അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഈ സൂ സെലിബ്രേഷൻ. ഭയങ്കര ഒരു എനർജിയാണ് ഈ സാധനം എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഈ സംഭവം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2013 ആണിത് ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 12 വർഷമായി എന്നുള്ളതാണ്. ഏകദേശം ആദ്യ മത്സരം ഇത് ഈ ഓഗസ്റ്റ് 7 നടന്നുള്ളത്. അപ്പം ഇപ്പം തികഞ്ഞു, 12 വർഷം കഴിഞ്ഞു എന്ന് നമുക്കിങ്ങനെ പറയാം. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ സൂ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സൂ ആക്ച്വലി സി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. സ്പാനിഷിലും പോർച്ചുഗീസിലും ഒക്കെ യെസ് എന്ന് പറയുന്ന വാക്കാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീനെ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിൻ്റെ കൂടെ ഏതോ ഒരു ട്രെയിനിങ് സെഷനിലോ പുള്ളിക്കാരൻ എവിടെയോ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ പുള്ളിക്ക് കിട്ടി. അപ്പോൾ പുള്ളി എല്ലാത്തിനെയും യെസ് മോട്ടിവേറ്റഡ് ആയിട്ട് യെസ് ഷുവർ, അല്ലെങ്കിൽ എല്ലാത്തിനെയും എന്താ പറയുക, ഒന്നും നെഗറ്റീവ് അല്ല, എല്ലാം പോസിറ്റീവാണ് പുള്ളി. അപ്പോൾ ആ ഒരു യെസ് എപ്പോഴും അതിൻ്റെ ഉള്ളിലുണ്ടാവും. അങ്ങനെ വെച്ചിരുന്ന സാധനത്തിനെ പുള്ളി ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തിട്ടാണ് എന്താക്കി മാറ്റിയത്, സൂ ആക്കി മാറ്റിയത്. പിന്നെ മറ്റേതെല്ലാം തന്നെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സെലിബ്രേഷൻ, എനിക്ക് തോന്നുന്നു ഈ സെലിബ്രേഷൻ്റെ പുറകിലുള്ളൊരു സ്റ്റോറി ചിലപ്പോൾ അറിയുന്ന ഒരുപാട് പേരുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി ഇനി ഒരു പുതിയ ഇൻഫർമേഷൻ ആണെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് മാത്രം ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, 12 വർഷം തികഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സെലിബ്രേഷൻ എങ്ങനെയാണ് ഒരു മോട്ടിവേഷൻ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിക്കറ്റിൽ സിറാജ് ഇംഗ്ലണ്ടിനെതിരെ ഈ സെലിബ്രേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അതൊരു കംബാക്ക് സെലിബ്രേഷൻ ആയിരുന്നു, അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കോ ഇന്ത്യ തോറ്റു പോവും, അല്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റില്ല എന്നും, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു സ്മൂത്ത് റണ്ണിങ്ങിൻ്റെ ഇടയിൽ സിറാജിൻ്റെ വിക്കറ്റ് പോയെടുത്തുനിന്ന് സിറാജിലൂടെ തന്നെ വിക്കറ്റ് എടുത്ത് കയറി വന്നിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. അത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അതിനകത്തേക്ക് ഈ ഒരു സെലിബ്രേഷൻ വരുമ്പോൾ എത്രമാത്രം ഈ ഒരു സെലിബ്രേഷൻ്റെ ഒരു പവർ എന്ന് പറയില്ലേ, നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയില്ലേ, ആ സാധനം എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഈ 12 വർഷം തികഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. സോ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, പ്ലീസ് ലൈക്ക് മൈ വീഡിയോ, ഷെയർ മൈ വീഡിയോ ആൻഡ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ഓൾസോ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.